ഹലോ ഡിയർ. ഇപ്പോൾ രാവിലത്തെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുപ്പൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പൊതുവേ ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ. നമ്മുടെ അടുപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് കാണാനും അതുപോലെ അടുക്കള തിണ്ണയാണെങ്കിലും നല്ല ഭംഗിക്ക് ഇതുപോലെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് അച്ചാർ ഉണ്ടാക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ കൂടെ പോയപ്പോൾ മോൾ അച്ചാർ വാങ്ങിക്കാൻ ഒരു നാരങ്ങ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞ് അടുപ്പൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് അത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒത്തിരി അതും പാല് തിളച്ചതും കുറച്ചൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടെ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടുപ്പൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അച്ചാറിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ വർക്ക് ഏരിയയിലിരിക്കുന്ന അടുപ്പായതുകൊണ്ട് തന്നെ ഞാൻ പാത്രം കഴുകുന്ന ഒരു വിമ്മിൻ്റെ ബാർ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ സ്റ്റീലായതുകൊണ്ട് തന്നെ ഈ അടുപ്പും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. നല്ല ഭംഗിയിൽ വൃത്തിയായി കിട്ടും നമുക്കിത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ അതൊരു വൃത്തിക്കിരിക്കുമ്പോൾ നമുക്ക് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നല്ല വെട്ടിത്തിളങ്ങിയിരിക്കുന്നത് കാണാനായിട്ടല്ലേ. അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ വൃത്തിയാക്കിയ ശേഷം ഞാൻ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തലേ ദിവസം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ വടുകപ്പുളിയും നാരങ്ങ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുളി നല്ല രീതിയിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം ഞാനത് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങയുടെ ഒപ്പം തന്നെ രാവിലെ നമ്മൾ കുറച്ച് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ അച്ചാർ സാധാരണ രീതിയിലെ പോലെ ചുമന്ന കളറിലല്ല വെക്കുന്നത്. എനിക്ക് കൂടുതലും ഇഷ്ടം മഞ്ഞ നിറത്തിൽ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉലുവ പൊട്ടിച്ച് അതിനുശേഷം കടുക് പൊട്ടിച്ച് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നൊരു അച്ചാറാണത്. നമുക്ക് നല്ലൊരു എന്താ പറയുക, എരിവും പുളിയും ഒത്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് എരിവും പുളിയും ഒത്തിരി കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു അച്ചാറുണ്ടാക്കുന്ന വേ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ്, എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ നമ്മളതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വരുമ്പോൾ ഒരല്പം കായപ്പൊടി തൂവി കൊടുക്കാം. കായപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പറ്റിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. ഇവിടെ ഒത്തിരി വെള്ളമുള്ള അച്ചാർ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് വെള്ളം പറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ്. നമുക്ക് ഒരു പ്രഗ്നൻ്റായ ആരെങ്കിലുമൊക്കെ കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ ഇത്. എല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടമാവണമെന്നില്ല. എനിക്ക് ആദ്യത്തേതുപോലെ അല്ലായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തിനും എനിക്ക് 3 മക്കളാണ്. അപ്പോൾ 3 പ്രഗ്നൻസിയിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ എനിക്ക് അങ്ങനെ വലിയൊരു ക്രേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് ഉപ്പും പുളിയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഉപ്പും പുളി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നിരുന്നു കേട്ടോ. കുറച്ച് അച്ചാറും അതുപോലെ ഈ 2 ടൈപ്പ് അച്ചാറും ഒരു മാങ്ങാത്തൊലി എന്ന് പറയും. നിങ്ങളുടെ വീടിൻ്റെ നാട്ടിലേക്ക് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതും കൂടെ എനിക്ക് കൊണ്ടു തന്നിരുന്നു കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരല്പം വിനാഗിരി തൂവി അച്ചാറൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചില്ല് ഭരണികളിലാണ് അച്ചാർ സൂക്ഷിക്കാൻ എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ചില്ലിൻ്റെ ഭരണിയിൽ നമ്മളൊരു 2-3 ആഴ്ചത്തേക്കുള്ള അച്ചാറേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചില്ലിൻ്റെ ഭരണിയിൽ നമ്മൾ ആ അച്ചാർ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് പൊടിക്കൈകളും അതുപോലെയുള്ള വീഡിയോസ് അടുക്കള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. ബൈ.